ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം. ഇത് കേവലം ഒരു യുദ്ധത്തിന്റെ തുടക്കമല്ല, മറിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. അതെ, ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലായിരുന്നു, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു അന്ധത അദ്ദേഹത്തിന്റെ മനസ്സിനായിരുന്നു. സ്വന്തം മക്കളോടുള്ള അമിതമായ സ്നേഹം കാരണം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. നീതി ജയിക്കുമോ എന്നല്ല, തൻ്റെ മക്കൾ ജയിക്കുമോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ആ ഒരു ഭയമാണ് ഗീതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇനി നമുക്ക് കൊട്ടാരത്തിൽ നിന്ന് നേരെ യുദ്ധക്കളത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് സൈന്യങ്ങളും തങ്ങളുടെ വരവ് അറിയിക്കുന്നത് ശംഖൊലികളിലൂടെയാണ്. പക്ഷേ ആ ശബ്ദങ്ങളിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് അവരുടെ സ്വഭാവം എന്താണെന്ന് തന്നെ നമുക്ക് കാട്ടിത്തരുന്നു. ആദ്യം സംസാരിക്കുന്നത് ദുര്യോധനനാണ്. കേൾക്കുമ്പോൾ തോന്നാം വലിയ ആത്മവിശ്വാസത്തിലാണെന്ന്. പാണ്ഡവരുടെ സൈന്യത്തിലെ ഓരോ യോദ്ധാക്കളെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാകും, ശത്രുക്കളുടെ ശക്തിയെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് ചെറിയൊരു പേടിയുണ്ട്. ഇവിടെ ദുര്യോധനൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അപര്യാപ്തം. രസകരമായ ഒരു വാക്കാണത്. ഇതിന് പരിധിയില്ലാത്തത് എന്നും തികയാത്തത് എന്നും അർത്ഥം വരും. തന്റെ സൈന്യം വലുതാണ്, അതിശക്തമാണ് എന്നൊക്കെ വീമ്പിളക്കാനാണ് ദുര്യോധനൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിലെ ഭയം പുറത്തു വരുന്നു. നമ്മുടെ ഈ സൈന്യം മതിയോ എന്നൊരു സംശയം പോലെ. അപ്പോൾ ഈ രണ്ട് ശബ്ദങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കൗരവരുടേത് വെറുമൊരു ബഹളമാണ്. തുമുല എന്നാണ് അതിനെ പറയുന്നത്, ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്ന്. എന്നാൽ പാണ്ഡവരുടെ സൈഡിലോ ഓരോ യോദ്ധാവും തങ്ങളുടെ ശംഖ് വെവ്വേറെയാണ് ഊതുന്നത്, പൃഥക് പൃഥക്. എന്നിട്ടും ആ ശബ്ദങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ശത്രുക്കളുടെ ഹൃദയം പിളർക്കുന്ന ഒരു ദൈവിക നാദമായി മാറുന്നു. ഇവിടെയാണ്, ഈയൊരു നിമിഷത്തിലാണ് കഥയുടെ ഗതി മുഴുവനായി മാറാൻ പോകുന്നത്. മഹാനായ യോദ്ധാവ് അർജുനൻ തന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് ശരിക്കൊന്ന് കാണാനായി രഥം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷ്ണനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അവിടെ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളയുന്നു. കാരണം എന്താണെന്നറിയോ? അർജുനൻ അവിടെ കണ്ടത് ശത്രുക്കളെ ആയിരുന്നില്ല, മറിച്ച് സ്വജനങ്ങളെ ആയിരുന്നു. അതായത് സ്വന്തം ആളുകളെ. മുത്തച്ഛന്മാർ, ഗുരുക്കന്മാർ, അമ്മാവന്മാർ, സഹോദരങ്ങൾ, മക്കൾ, സുഹൃത്തുക്കൾ. താൻ കൊല്ലേണ്ടത് ഇവരെയാണെന്ന ആ ഒരൊറ്റ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇതോടെ ആ മഹാനായ യോദ്ധാവ് അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയാണ്. ഇത് വെറും മനസ്സിന്റെ ഒരു വിഷമം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം തന്നെ ആ യുദ്ധത്തിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ശരീരവും മനസ്സും ആത്മാവും ഒന്നടങ്കം ആ യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അർജുനൻ കൃഷ്ണനോട് പറയുന്ന വാക്കുകൾ കേൾക്കൂ. എന്റെ ശരീരം തളരുന്നു, വായ് വരളുന്നു, കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം പോലും വഴുതി പോകുന്നു, ദേഹം മുഴുവൻ ചുട്ടു നീറുന്നതുപോലെ. എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല, എന്റെ മനസ്സ് കറങ്ങുകയാണ്. കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ മനസ്സ് തകരുന്നതിന് മുൻപേ ശരീരം പ്രതികരിച്ചു തുടങ്ങി. പിന്നീട് അദ്ദേഹം തന്റെ വാദങ്ങൾ ഒന്നൊന്നായി നിരത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ന്യായമായ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് വിജയമോ രാജ്യമോ സുഖങ്ങളോ ഒന്നും വേണ്ട. ആർക്കു വേണ്ടിയാണോ നമ്മളിതെല്ലാം നേടുന്നത്, ആ ബന്ധുക്കളില്ലാതെ ഈ രാജ്യം കൊണ്ടിട്ട് എന്ത് കാര്യം? നമ്മൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ തന്നെയാണല്ലോ നമ്മൾ കൊല്ലേണ്ടി വരുന്നത്. അതിലും ഭേദം അവരെന്നെ കൊല്ലുന്നതാണ്. ഇതൊരു വലിയ ധർമ്മസങ്കടം തന്നെയാണ്. അപ്പോ അർജുനന്റെ പേടി സ്വന്തം കാര്യത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, അതിലും വലുതാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. ഈ യുദ്ധം ധർമ്മത്തെ തന്നെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നടിയും, സാമൂഹികവും ആത്മീയവുമായ എല്ലാ ചിട്ടകളും ഇല്ലാതാകും. ഇത് ഒരു വംശത്തിന്റെ തന്നെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇനി ഈ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെയാണ് യോദ്ധാവായ അർജുനന്റെ യാത്ര അവസാനിക്കുന്നത്. എന്തിന്? വിദ്യാർത്ഥിയായ അർജുനന്റെ യാത്ര തുടങ്ങാൻ വേണ്ടി. ഇതൊരു കീഴടങ്ങലാണ്, പക്ഷേ അതൊരു പരാജയമല്ല. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? തൻ്റെ വില്ലും അമ്പും താഴെ വയ്ക്കുന്നു. ഇത് വെറുമൊരു ആയുധം താഴെ വയ്ക്കലല്ല, തൻ്റെ ജീവിതം മുഴുവൻ എന്തായിരുന്നോ ആ യോദ്ധാവ് എന്ന വ്യക്തിത്വം തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. എനിക്കിനി കഴിയില്ല എന്നൊരു പ്രഖ്യാപനമാണത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് താങ്ങാനാവാത്ത ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേറൊരു ചിന്തയ്ക്കും അവിടെ ഇടമില്ല. ആ വേദനയിൽ അദ്ദേഹം പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നു. ഒടുവിൽ ആ മഹാനായ യോദ്ധാവ് തൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോയതുപോലെ തേർത്തട്ടിലങ്ങ് തളർന്നിരുന്നു പോകുന്നു. ആയുധമില്ലാതെ, ഒന്നും മിണ്ടാതെ. കണ്ടോ, ആ ഒരു നിശബ്ദതയിലാണ്, ആ ഒരു പൂർണ്ണമായ ശൂന്യതയിലാണ് ജ്ഞാനം കടന്നുവരാൻ ഒരു ഇടമുണ്ടാകുന്നത്. ഈ അധ്യായം നമ്മളോട് ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അർജുനന്റെ ഈ പുരാതനമായ പ്രതിസന്ധി
ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും നേരിടുന്ന ഒന്നാണ്. ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്, ഈ ഒരു തകർച്ചയിൽ നിന്നാണ് ഗീതയുടെ യഥാർത്ഥ ജ്ഞാനം തുടങ്ങുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.